ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും UPSC പരീക്ഷ എഴുതിയിട്ട് എല്ലാവരും കട്ട് ഓഫ് യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യുന്ന സമയമായിരിക്കും. PSC പ്രൊഫഷൻ ആൻസർ കീ ഇട്ടിട്ടുണ്ട്. കുറച്ച് പേര് നോക്കിയിട്ട് നല്ല സന്തോഷത്തിലും കുറച്ച് പേര് ദുഃഖത്തിലും ആയിരിക്കുമെന്നറിയാം. അപ്പോൾ ഇതൊരു കട്ട് ഓഫ് വീഡിയോ അല്ല. നമ്മളിപ്പം പറയാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഓരോ ജില്ലയിലെയും എത്രയൊക്കെയായിരുന്നു കട്ട് ഓഫ് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന UPSC പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയായിരുന്നു. വലുതായിട്ട് കുഴപ്പിച്ചതുമില്ല, എന്നാൽ ഒരുവിധം കുഴപ്പിക്കുകയും ചെയ്ത ചോദ്യപേപ്പർ ആയിരുന്നു. ഓക്കെ, നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ GK പോർഷൻസ് കുറച്ച് ടൈറ്റ് ആയിരുന്നു. സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ്റ്ററി ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയ്ക്കൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ ഓരോ സബ്ജക്റ്റിൻ്റെയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. മാത്സിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. മാത്സ് 15 മാർക്കായിരുന്നു. 15 മാർക്കിൽ എങ്ങനെ പോയാലും ഒരു 8 മാർക്ക് അവിടെ ഒപ്പിക്കാൻ പറ്റും. 8 ചോദ്യത്തോളം അവിടെ നമ്മൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മാത്സ് ഒരു ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷ് ടൈറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ കുറച്ച് വ്യത്യാസം ആയിരുന്നു. എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാം. അത് നമുക്കൊരു 10 മാർക്കായിരുന്നു ചോദിച്ചിരുന്നത്. അത് നമുക്കൊരു 4 മാർക്ക് ഇംഗ്ലീഷ് അവിടെ കൂട്ടാം. പിന്നെ അടുത്ത് വരുന്നത് മലയാളം പാടല്ല, എങ്കിലൊട്ട് സിമ്പിളല്ല എന്നുള്ള രീതിയാണ്. നമുക്കൊരു 5 മാർക്ക് അവിടെ ഒപ്പിക്കാം. അപ്പോൾ മാത്സ് 15 8 മാർക്ക്, ഇംഗ്ലീഷ് 10 4 മാർക്ക്, മലയാളം 10 5 മാർക്ക്. അങ്ങനെ നമുക്ക് അവിടെ ടോട്ടല് 35 17 മാർക്ക് അവിടെ കിട്ടി. സൈക്കോളജി സബ്ജക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ സൈക്കോളജി 20 മാർക്കിലായിരുന്നു. സൈക്കോളജി പഠിക്കാതെ ആരും UPSC പരീക്ഷയ്ക്ക് പോകില്ല എന്നറിയാം. അതിൽ 20 മാർക്കിൽ നമുക്കൊരു 15 മാർക്ക് അവിടെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ ടോട്ടല് 55 ഇത്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി ഇതെല്ലാം കൂടെ 55 മാർക്കിനായിരുന്നു. 55 മാർക്കിൽ നമുക്ക് മാത്സിന് 8, ഇംഗ്ലീഷിന് 4, മലയാളത്തിന് 5, സൈക്കോളജി 15. അങ്ങനെ നമുക്കൊരു 32 മാർക്ക് അവിടെ കിട്ടി. 55-ൽ 32 മാർക്ക്. ഇനി നമുക്ക് GK എന്ന് പറഞ്ഞാൽ 45 ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത്. അതിൽ നമുക്കൊരു 25 മാർക്ക് നമുക്ക് കിട്ടുമെന്ന് ഏകദേശം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 25 എണ്ണം. അപ്പോൾ നമുക്ക് അവിടെ എത്ര മാർക്കായി? ടോട്ടല് 57 മാർക്കായി. ഒരുവിധം പഠിച്ചുകൊണ്ട് പോകുന്ന എല്ലാവർക്കും 57 മാർക്ക് അടുപ്പിച്ചു, അല്ലെങ്കിൽ ഒരു 55 മുതൽ അങ്ങോട്ട് മാർക്ക് കിട്ടും. PSC മത്സര പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരുവിധം പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ അല്ല അവർക്ക് വേണ്ടത്. ജോലി കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. അതായത് ആവറേജിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് UPSCക്ക് 55 എന്ന് പറഞ്ഞാൽ അതൊരു ആവറേജ് മാർക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും. ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ നമുക്ക് UPSC ആയിട്ട് വേണ്ടത്. അപ്പോൾ അവർ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതെല്ലാം കൂടെ 35 മാർക്കാണ്. അവിടെ 35-ൽ ഒരു 20 മാർക്ക് മേടിച്ചെങ്കിൽ അവിടെ 20 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ സൈക്കോളജിയൊക്കെ UPSCക്ക് നല്ലപോലെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു 17 മാർക്കൊക്കെ മേടിച്ചെങ്കിൽ, അതുപോലെ തന്നെ GKക്ക് 45-ൽ ഒരു 30 മാർക്ക് മേടിച്ചെങ്കിൽ അവരുടെ മാർക്ക് 67 മാർക്കായിട്ടുണ്ട്. അപ്പോൾ ഈ 67 മാർക്ക് മേടിച്ചവരൊക്കെ ഉറപ്പിച്ചോ അവർക്ക് ലിസ്റ്റിൽ വരും. അവർക്ക് ജോലി കിട്ടാനും ചാൻസ് ഉണ്ട്. നമുക്ക് പറയുന്നത് ഒരു 55-നും 65-നും ഇടയിൽ ഈ പറയപ്പെടുന്ന ജില്ലകളിലെല്ലാം കട്ട് ഓഫ് വരുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ആക്റ്റീവായി നിൽക്കുന്ന ലിസ്റ്റിലെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് ഞാനൊന്ന് വായിക്കാം. തിരുവനന്തപുരം 61 ആയിരുന്നു കട്ട് ഓഫ്. കൊല്ലം 63.33, പത്തനംതിട്ട 55, ആലപ്പുഴ 54.67, കോട്ടയം 55.67, ഇടുക്കി 50.33, എറണാകുളം 61.33, തൃശ്ശൂർ 61.33, പാലക്കാട് 60.33, കോഴിക്കോട് 66, മലപ്പുറം 62, വയനാട് 53.33, കണ്ണൂർ 65, കാസർഗോഡ് 61.67. അപ്പോൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വട്ടത്തെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ്. ഇതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് 66 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത്. കട്ട് ഓഫ് ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമായിരുന്നു. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലെയും കട്ട് ഓഫും ഒരു അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് UPSC കിട്ടിയ മാർക്ക് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഫൈനൽ ആൻസർ കീ ഒക്കെ വന്നിട്ട് നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് നമുക്ക് പോകെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.